പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളോട് ഞാൻ രഹസ്യം പറയാം. നമ്മുടെ മുന്നിലിരിക്കുന്ന സാക്ഷാൽ ഡോക്ടർ കെ.എസ്. രാധാകൃഷ്ണൻ സാറാണ്. സാറിൻ്റെ ഒരു രഹസ്യമാണ്, സാറിനെ ഒരാൾ അടിക്കാൻ ഓടിച്ചു, തല്ലു കൊടുക്കാൻ. ശരിയല്ലേ? ആ ആളുടെ പേരൂടെ ഞാൻ പറയാം, ബിനോയ് വിശ്വം. എന്തിനാണ് ബിനോയ് വിശ്വം കെ.എസ്. രാധാകൃഷ്ണൻ സാറിനെ അടിക്കാനായി ഓടിച്ചത്? ഒന്ന് പറഞ്ഞേ, കേൾക്കട്ടെ. അന്ന് ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് 7 ദിവസം തുടർച്ചയായിട്ട് അതിനെതിരെ സമരം നടന്ന ഒരൊറ്റ കോളേജേ ഉള്ളൂ. അത് എറണാകുളം മഹാരാജാസ് കോളേജാണ്. ആ സമരത്തിൽ ഒരാളാണ് ഞാൻ. ആ സമരത്തിൽ പങ്കെടുത്തതിൻ്റെ പേരിലാണ് ഡോക്ടർ തോമസ് ഐസക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായത്. അപ്പോൾ അന്ന് ഈ ഞങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സമരം നടത്തുകയും മുദ്രാവാക്യം ഇതാണ്: ഭാരതം ഇന്നൊരു ജയിലറയാണ്, പൊട്ടിച്ചെറിയും ചങ്ങലകൾ, അടിയന്തരാവസ്ഥ അറബിക്കടലിൽ. ഇതാണ് മുദ്രാവാക്യം. ഈ മുദ്രാവാക്യം പറഞ്ഞ് ഞങ്ങൾ കുറച്ച് പേരുണ്ടാവുള്ളൂ, പ്രകടനം നടത്തും. ആ സമരമരത്തിൽ നിന്ന് ഞങ്ങൾ നേരെ കിഴക്കോട്ട് പ്രകടനം നടത്തി വരുമ്പോഴേക്കും പോലീസ് വരും. ഞങ്ങൾ ചെതറി ഓടും. അവിടുത്തെ ഊടുവഴികൾ ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ മതിൽ ചാടിയിട്ട് ആ കോടതിയുടെ വളപ്പിലെത്തും. പിന്നെ അവിടെ നിന്ന് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും. പോലീസിന് ഇങ്ങനെ ഞങ്ങളോടൊപ്പം വരാൻ പറ്റില്ല. ഒന്ന് ഞങ്ങളുടെ അത്രയും സ്പീഡിൽ അന്ന് ഓടാനും മതിൽ ചാടാനും ഒന്നും പോലീസിന് കഴിയില്ല. ഞങ്ങൾക്ക് അന്ന് ഈ അനാരോഗ്യവും എല്ലാം കൂടി ഉള്ള കാരണം പെട്ടെന്ന് ഇത് കഴിയും. അപ്പോൾ അക്കാലത്താണ്. അപ്പോൾ അന്ന് KSUക്കാരാണ് ഇതിൽ നടക്കുന്നത്, ഇവരെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ നടക്കുന്നത്. അന്ന് AISFൻ്റെ നേതാവാണ് ബിനോയ് വിശ്വം. മഹാരാഷ്ട്രയിൽ നിങ്ങൾ സമകാലിക എൻ്റെ ജൂനിയറായിട്ട് പഠിച്ചതാണ് ബിനോയ് വിശ്വം. പൊളിറ്റിക്സ് ആയിരുന്നു. AISFകാർക്കാണ് KSUക്കാരേക്കാൾ അടിയന്തരാവസ്ഥയിൽ വീര്യമുണ്ടായിരുന്നത് അവർക്കാണ്. അത് ശരി. അപ്പോൾ നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഞങ്ങളെ ഓടിച്ചിടുന്ന കൂട്ടത്തിൽ AISFകാരുമുണ്ട്. അപ്പോൾ അന്ന് അവരുടെ നേതാവായിരുന്നു ബിനോയ് വിശ്വം. പിന്നീട് ബിനോയ് വിശ്വം ജനാധിപത്യത്തിന് വേണ്ടിയൊക്കെ സംസാരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് ചിരിക്കാതിരിക്കാൻ കഴിയില്ല. എന്താ കാര്യമെന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഭരണഘടന തടവിൽ കിടന്ന കാലം അടിയന്തരാവസ്ഥയാണ്. ഭരണഘടന തടവിലായിരുന്നു. പൗരാവകാശങ്ങളില്ല. പൗരാവകാശങ്ങളില്ലെങ്കിൽ പിന്നെ എന്ത് ഭരണഘടന? പൗരാവകാശങ്ങളില്ല. പത്രസ്വാതന്ത്ര്യമില്ല. നിങ്ങൾക്ക് ഭരണഘടന സസ്പെൻഡ് ചെയ്ത്, തെരഞ്ഞെടുപ്പ് സസ്പെൻഡ് ചെയ്ത് ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു, നാവടക്കൂ പണിയെടുക്കൂ. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും വേണ്ടി ഒരാൾ മാത്രം സംസാരിച്ച കാലമാണ് അടിയന്തരാവസ്ഥ. ഒറ്റാളെ സംസാരിച്ചിട്ടുള്ളൂ, അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി ചെറിയ കക്ഷിയല്ല. ഇപ്പം ഇന്ന് 24-ാം തീയതിയല്ലേ? ഇന്ന് അർദ്ധരാത്രിയാണ്. ജൂൺ 24 അർദ്ധരാത്രിയാണ് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെടുന്നത്. 1 ലക്ഷം പ്രതിപക്ഷ നേതാക്കളെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. അതിലിതിനെ എതിർത്ത സിനിമാ താരമുണ്ട്, സ്നേഹലതാ റെഡ്ഡി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കേട്ടിട്ടുണ്ട്. സ്നേഹലതാ റെഡ്ഡി കർണാടകയിൽ നിന്നുണ്ടായിരുന്ന നമ്മുടെ ജോർജ് ഫെർണാണ്ടസിൻ്റെ കക്ഷിയായിരുന്നു. ജോർജ് ഫെർണാണ്ടസൊക്കെ ഒളിവിൽ പോയി. സ്നേഹലതാ റെഡ്ഡിയോട് ഇന്ദിരാഗാന്ധിക്ക് ഭയങ്കര കുശുമ്പുമായിരുന്നു. അവർ ഭയങ്കര സുന്ദരിയായിരുന്നല്ലോ. അല്ല, ഇന്ദിരാഗാന്ധിക്ക് എന്നല്ല, നെഹ്റു കുടുംബത്തിന് അവരെക്കാൾ നല്ലവരാണ്, അവരെക്കാൾ കഴിവുണ്ടെന്ന് തോന്നുന്ന എല്ലാവരോടും അസൂയയും സ്പർദ്ധയും വെച്ച് പുലർത്തിയിട്ടുള്ളവരാണ് നെഹ്റു കുടുംബം. അത് നെഹ്റു കുടുംബത്തിൻ്റെ പ്രത്യേകതയാണ്. അത് അവരുടെ ഒരു രീതിയാണ്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കപ്പെട്ടു. അടിയന്തരാവസ്ഥയെ എതിർത്ത ഒരാളും കാരുണ്യം കാണിച്ചിട്ടില്ല. അന്ന് സോഷ്യലിസ്റ്റ് നേതാവായിരുന്ന MP വീരേന്ദ്രകുമാർ അറസ്റ്റ് ചെയ്ത് ജയിലിൽ കിടക്കുകയാണ്. മാതൃഭൂമിയിലെ പത്രപ്രവർത്തകനായിരുന്ന എൻ്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ P. രാജനും കൈവലങ്ങിട്ട് ജയിലിലേക്ക് പോയി. രാജൻ അതിനെക്കുറിച്ച് പറയുന്നത്, പത്രസ്വാതന്ത്ര്യമില്ലാത്ത ഒരു കാലത്ത് ഒരു പത്രപ്രവർത്തകൻ്റെ കയ്യിൽ വീഴാൻ ഏറ്റവും യോഗ്യമായത് വിലങ്ങാണ്, പേനയല്ലെന്നാണ്. നല്ല സ്റ്റേറ്റ്മെൻറ്റാണത്. പക്ഷേ കേരളത്തിലെ മുഴുവൻ പത്രങ്ങളും മുഴുവൻ ബുദ്ധിജീവികളും
മുഴുവൻ രാഷ്ട്രീയക്കാരും മുഴുവൻ മതമേധാവികളും ആർക്കനുകൂലമായിരുന്നു അറിയാമോ? ഇന്ദിരാഗാന്ധിക്ക് അനുകൂലമായിരുന്നു. പക്ഷെ ഞാൻ തിരിച്ചാണ് ധരിച്ചിരുന്നത്. ഞാൻ ധരിച്ചിരുന്നത് കാരണം ഇത്രയും വലിയൊരു അനീതിയെയും പൗരസ്വാതന്ത്ര്യം ഇല്ലാത്തൊരു കാലത്തെക്കുറിച്ച് ആലോചിക്കാൻ പറ്റുമോ? എന്താണ് ഫാസിസം, എന്താണ് ഏകാധിപത്യം എന്ന് തിരിച്ചറിഞ്ഞ കാലമാണത്. ഒരക്ഷരം മിണ്ടാൻ പാടില്ല. എന്ത് ആര് എങ്ങനെ പറയണം എന്ന് ഇന്ദിര തീരുമാനിക്കും. പത്രത്തിന് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. എന്താണ് വാർത്ത, എന്തല്ല വാർത്ത എന്ന് ഒരാളാണ് ഇന്ത്യയിൽ തീരുമാനിച്ചത്, ഇന്ദിരാഗാന്ധി. അവർ തീരുമാനിക്കുന്നതാണ് വാർത്ത വന്നത്. അങ്ങനെ ഭരണഘടനയില്ല, ഭരണഘടനയില്ലാതെ പിന്നെ എന്ത് ജനാധിപത്യമാണ്? ഏകാധിപത്യവും ഫാസിസവും അടക്കി വാഴ്ച നടത്തിയ ഒരു കാലത്ത് അതിനെതിരെ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് എൻ്റെ മുജ്ജന്മ സുഹൃതമായിട്ടാണ് ഞാൻ കാണുന്നത്. പക്ഷെ ഞങ്ങളെപ്പോലുള്ള ആളുകൾക്ക് ഈ അടിയന്തരാവസ്ഥയ്ക്ക് ഒപ്പം ജനിച്ച ആളുകൾക്കും അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ജനിച്ച ആളുകൾക്കും അടിയന്തരാവസ്ഥ എന്ന് പറയുന്നത് വായിച്ചറിവ് മാത്രമാണ്. അതെ, പ്രത്യേകിച്ച് ഒരു 20 കിഡ്സ് 2020 ശേഷം ജനിച്ച കുട്ടികൾക്ക്, ഇന്നിപ്പോൾ 25 വയസ്സൊക്കെ ഉള്ള ആളുകൾക്ക് എന്ത് അടിയന്തരാവസ്ഥ അവരെ സംബന്ധിച്ച് അവർക്ക് അറിയില്ല. അത് ശരിയാ. അതിൻ്റെ ഭീഷണമായ മുഖം അറിയില്ല, അതിൻ്റെ മുഖം അറിയില്ല, അത് അറിയില്ല. പക്ഷെ അനുഭവിച്ചവർക്ക് അത് ഉൾക്കിടിലുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ഭയവും അനിശ്ചിതത്വവുമാണ് മനസ്സിൽ. പക്ഷെ ഇപ്പോഴും ചില ആളുകളൊക്കെ പറയുമല്ലോ സാർ, ഒരു കൊല്ലം ഞാൻ കോളേജ് ക്യാമ്പസിൽ കയറിയിട്ടില്ല. ഒരു ദിവസം ഉണ്ടായ ഒരു അനുഭവം കൂടി പറയാം. ഞാൻ സമരം ചെയ്ത് പോലീസ് വന്നിട്ട് മതിൽ ചാടി പുറത്തേക്ക് വരുമ്പോൾ സമരം ചെയ്യാൻ വേണ്ടിയിട്ട് മുണ്ടിൻ്റെ മുകളിൽ ചാക്ക് നൂലെടുത്ത് വലിഞ്ഞ് കെട്ടിയിട്ട് ഒരാൾ നടന്നു വരുന്നു. എൻ്റെ ക്ലാസ്സിലുള്ള സുരേഷ് ബാബു പിന്നീട് കേരള ഹൈക്കോടതിയിലെ വളരെ സീനിയറായുള്ള സ്പെഷ്യൽ ഗ്രേഡ് സ്റ്റാൻഡിംഗ് കൗൺസിലായി വക്കീലാണ്. അപ്പം ഞാൻ പറഞ്ഞ അങ്ങോട്ട് മുൻ മേയറായിരുന്ന എനിക്കറിയാം ദിനേശ് മണിയുടെ ബ്രദർ, മണിച്ചേട്ടൻ്റെ, എനിക്ക് മനസ്സിലായി, ഞാൻ ചോദിക്കാൻ പോവായിരുന്നു. മണിച്ചേട്ടൻ്റെ അനിയനാണ്. അപ്പം ഞാൻ പറഞ്ഞിടോ പോവല്ലേ, അവൻ SFI ആണ്, ഞാൻ കോൺഗ്രസ് പരിവർത്തനവാദിയുമാണ്. എടാ പോവല്ലേ, അവിടെ പോയി കഴിഞ്ഞാൽ അടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ അതിൽ നിന്ന് വരാമെന്ന് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ നേരെ തിരിച്ചു പോയി. അന്ന് അവിടെ കയറി അടിക്കാവുന്നവരെ മുഴുവൻ അടിച്ച്. സുരേഷ് ബാബു ഇപ്പോൾ കാണുമ്പോഴും അന്ന് നീ അത് പറഞ്ഞ കാരണമാണ് ഞാൻ നിൽക്കുന്ന, അല്ലെങ്കിൽ ഒന്ന് തെണ്ടുപോയാനെ. കാരണം ആരും ചോദിക്കാനും പറയാനുമില്ല, എന്ത് സംഭവിച്ചാലും അത് തന്നെ. അധ്യാപകരിൽ അന്നൊരു സംഭവം ഉണ്ടായി. അതിനു മുൻപ് നമ്മുടെ പല പ്രൊഫസർമാർക്കും മറവി സംഭവിക്കുമായിരുന്നു ക്ലാസ് എടുക്കാൻ പോകാൻ. പക്ഷേ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഒരൊറ്റ പ്രൊഫസർക്കും പിന്നീട് മറവി ഉണ്ടായിട്ടില്ല. എന്താ കാര്യം എന്നറിയാമോ? ക്ലാസ് എടുക്കാൻ പറയുന്നത് HOD അല്ല, പോലീസായിരുന്നു. അങ്ങനെ ഒരു ദിവസം നിൽക്കുമ്പോഴാണ് ഞാനൊരു കാഴ്ച കണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് കേരളത്തിൽ മന്ത്രിയായിരുന്ന MK രാഘവൻ വക്കീൽ എന്ന് പറയണ ആ MK രാഘവൻ വക്കീലിൻ്റെ കാറിൽ കോളേജിൻ്റെ മുന്നിൽ പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഒരാൾ വന്നിറങ്ങുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പ്രൊഫസർ MK സാനു എന്നാണ്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇതൊക്കെ കണ്ടതാണ് ഞാൻ. പക്ഷേ അടിയന്തരാവസ്ഥ കഴിഞ്ഞു. അടിയന്തരാവസ്ഥയിൽ മന്ത്രി ആരായെന്നറിയാമോ? മുഖ്യമന്ത്രി C. അച്യുതമേനോൻ. അടിയന്തരാവസ്ഥയുടെ എല്ലാ ചിട്ടവട്ടങ്ങളും സമ്പൂർണ്ണമായി പാലിച്ചുകൊണ്ട് ഭരിച്ചു. ആഭ്യന്തരമന്ത്രി കരുണാകരൻ മുഖ്യമന്ത്രിയാണോ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണോ ഒരു മന്ത്രിസഭയുടെ നേതാവ്? വഴി മുഴുവൻ പക്ഷേ കരുണാകരനായിരുന്നു. കരുണാകരൻ മാന്യനായതുകൊണ്ട് താൻ പിന്നെ എന്തിനാണോ അവിടെ ഇരുന്നതെന്ന് ചോദിച്ചില്ല. ഇയാളല്ലേ ഗവൺമെൻറ്. ആ ഡോക്കറ്റിൽ എഴുതുന്നത് നിങ്ങൾ അസംബ്ലി കവർ ചെയ്തിട്ടുള്ളതല്ലേ, ആ ഡോക്കറ്റിൽ എഴുതുന്നത് എന്താണ്? അച്യുതമേനോൻ സർക്കാരിൻ്റെ, അച്യുതമേനോൻ ഗവൺമെൻറ്. കരുണാകരൻ ഗവൺമെൻറ് എന്നല്ല, അച്യുതമേനോൻ ഗവൺമെൻറ്. അച്യുതമേനോനാണ് ഇരുന്നത്.
അതിലും ഒരു നാടകീയതയുണ്ട്. എന്താണെന്നറിയാമോ? ഏകാധിപത്യവും ഫാസിസവും നിലനിന്ന കാലത്ത് രാജ്യം ഭരിച്ച ഒരു മുഖ്യമന്ത്രിയെ ജനാധിപത്യ സംവിധാനത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രിയായി പിന്നീട് വാഴ്ത്തി. ഇപ്പോഴും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. അതെങ്ങനെ പറ്റും? അത് എനിക്ക് മനസ്സിലാവുന്നില്ല. വല്ലാത്ത വൈരുദ്ധ്യമാണ്. വല്ലാത്ത വൈരുദ്ധ്യമാണ്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥ അത് അനുഭവിച്ച മനുഷ്യർക്ക് അതറിയാം. കാരണം ഭയമാണ് പ്രശ്നം. അതിനെ എതിർക്കുന്നവർക്ക്, അനുകൂലിക്കുന്നവർക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. എല്ലാ സൗകര്യങ്ങളും. അല്ല സാർ, ഞാൻ ഇതിനിടയ്ക്ക് ചോദിക്കാൻ വന്നൊരു ചോദ്യം, ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ചില ആളുകൾ പറയുന്നുണ്ടായിരുന്നു അടിയന്തരാവസ്ഥയാണ് നല്ലത്, അടിയന്തരാവസ്ഥ വന്നാൽ എല്ലാം നന്നായിരിക്കും. അതിലേക്കാണ് വരുന്നത്. അങ്ങനെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് തിരഞ്ഞെടുപ്പ് നടന്നു. ഞങ്ങളെല്ലാം വളരെ പ്രത്യാശയോടുകൂടി തിരഞ്ഞെടുപ്പ് ഫലം കേട്ട് നിൽക്കുകയാണ്. അന്ന് ഇന്നത്തെ രീതിയിലല്ല. ഇതുപോലെ നമുക്ക് ചാനലൊന്നുമില്ല, അന്ന് ആകാശവാണി മാത്രം അല്ല. അന്ന് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എറണാകുളം പ്രസ് ക്ലബ്ബില്ലേ, എറണാകുളം പ്രസ് ക്ലബ്ബ് ആ പ്രദേശത്തേക്ക് മുഴുവൻ മൈക്ക് വെക്കും. മൈക്ക് വെച്ചിട്ട് ടെലിപ്രിൻ്ററിൽ അന്ന് ഇത് വരുമല്ല, അത് വെച്ചിട്ട് എറണാകുളം പ്രസ് ക്ലബ്ബാണ് തിരഞ്ഞെടുപ്പ് ഫലം പറയുന്നത്. അതിൽ നല്ല ശബ്ദത്തിൽ ഇത് പറഞ്ഞിരുന്നവരിൽ ഒരാൾ മൊയ്തീൻ ഉണ്ടായിരുന്നു, ഒരു പത്രപ്രവർത്തകൻ, മലയാളം എക്സ്പ്രസ്സിലുണ്ടായിരുന്ന മൊയ്തീൻ്റെ ഘനഗംഭീരമായ ശബ്ദത്തിലാണ് വരുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് ആ അനൗൺസ്മെൻ്റൊക്കെ ഓർമ്മയുണ്ട്. രാത്രി ഞങ്ങളിങ്ങനെ നിൽക്കുകയാണ്, രാത്രി നിന്നത് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു വാർത്ത വരുന്നത്, റായ്ബറേലി നിയോജക മണ്ഡലത്തിൽ ശ്രീമതി ഇന്ദിരാഗാന്ധി പിന്നിലാണ്. അത് കഴിഞ്ഞപ്പോഴേക്കും ആർത്തട്ടഹസിക്കുകയാണ് ജനം, ആർത്തട്ടഹസിക്കുന്നു. അവിടെ കൂടിയിരുന്നവർ കോൺഗ്രസ്സുകാരെല്ലാം ദുഃഖിതരായിട്ട് പോകുന്നു. അപ്പോൾ വരുന്നു. അപ്പോൾ എങ്ങനെയാണ് അനൗൺസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, റായ്ബറേലി നിയോജക മണ്ഡലത്തിൽ പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി തൻ്റെ തൊട്ടടുത്ത എതിർ സ്ഥാനാർത്ഥി രാജ് നാരായണനേക്കാൾ 56,000 വോട്ടുകൾക്ക് പിന്നിലാണ്. വോട്ടുകൾക്ക്. അപ്പം പിൻ ഡ്രോപ്പ് സൈലൻസ് ആണ്. ഒരു സെക്കൻഡ് കഴിഞ്ഞിട്ട് പിന്നിലാണ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ആർത്ത് അട്ടഹസിക്കുന്നതൊക്കെ എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. ഇന്ദിരാഗാന്ധി തോറ്റു. ഒരുപാട് പേരെ കൊന്നു, ഒരുപാട് പേരെ തല്ലിച്ചതച്ചു, ജീവച്ഛവങ്ങളായിട്ട് മാറി. അവരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ആലുവയുള്ള നാരായണനൊക്കെ ഉദാഹരണം. എൻ്റെ മക്കൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ഫ്ലോറിൽ നമ്മുടെ മോഹൻ ചേട്ടൻ വന്നിരുന്നു. അദ്ദേഹം ഒരു പുസ്തകം മോഹൻ അറിയാം. അതിനകത്ത് അവരുടെയൊക്കെ പേരുകൾ ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. ആ പുസ്തകം എനിക്ക് ഇവിടെ തന്നു, ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പേരൂരുണ്ട്. അവരെല്ലാം തല്ലുകൊണ്ട് ജീവിതം തൊലഞ്ഞു പോയവരാണ്. പക്ഷേ എനിക്ക് ചൂണ്ടിക്കാണിക്കാനുള്ള കാര്യം, ഇതിൻ്റെ ഒന്നും പേരിൽ ഒരാളും ശിക്ഷിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. ലോകത്ത് ഇങ്ങനൊരു സംഭവം വേറെ കാണാൻ പറ്റില്ല. ലോകത്ത് എവിടെയും ഒരു ഏകാധിപത്യം വരികയും ആ ഏകാധിപത്യം ചെയ്തേക്കണ ക്രൂരമായ കുറ്റങ്ങൾക്ക് വിചാരണ നേരിട്ട് ശിക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു സമ്പ്രദായം ഉള്ളപ്പോൾ ഇന്ത്യയിൽ അത് ഉണ്ടായില്ല. അല്ല, കേരളം ചെയ്തത് എന്താണ്? കേരളം അന്ന് നിങ്ങൾ എന്താ പറയുക, രാജ്യത്തിനൊപ്പം നിന്നില്ല. അല്ല, KR ഗൗരി തോറ്റു, പകരം ജയിച്ച ശ്രീനിവാസനാണ്. KR ഗൗരിയൊക്കെ തോക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ല, അന്ന് ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. KR ഗൗരി തോറ്റു. 117 സീറ്റ് കൊടുത്തിട്ട് 111 സീറ്റ് കൊടുത്ത് കരുണാകരൻ നേതൃത്വം നൽകിയ കോൺഗ്രസിനെ വിജയിപ്പിച്ചു. പക്ഷേ അടിയന്തരാവസ്ഥയ്ക്കിടെ പേരിൽ ശിക്ഷിക്കപ്പെട്ട ഒരാളെ കേരളത്തിലുള്ളൂ, അത് കരുണാകരനാണ്. അന്ന് ജസ്റ്റിസ് സുബ്രഹ്മണ്യം പോറ്റി നടത്തിയ ഒരൊറ്റ പരാമർശത്തിൻ്റെ പേരിൽ കരുണാകരന് രാജിവെക്കേണ്ടി വന്നു. ആ പരാമർശം കേട്ട ഉടനെ ആൻ്റണി പറഞ്ഞത് ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കും എന്നാണ്. അങ്ങനെ ഉപ്പ് തിന്ന് കരുണാകരൻ എന്ന് ആൻ്റണി വിശേഷിപ്പിച്ച മനുഷ്യൻ സത്യത്തിൽ ഒരു തെറ്റും ചെയ്തിരുന്നില്ല. അദ്ദേഹം ചെയ്ത ഏക കാര്യം എന്ന് വെച്ചാൽ, അന്ന് രാജൻ കേസ് വന്നതാണ് പ്രശ്നം. അദ്ദേഹം IG എഴുതി കൊടുത്ത റിപ്പോർട്ട് വായിച്ചു. ഒരു ഹോം മിനിസ്റ്റർ ആരുടെ റിപ്പോർട്ട് വായിക്കണം? അസംബ്ലിയിൽ IG യുടെ റിപ്പോർട്ട് വായിച്ചു.
അന്ന് DGP ഇല്ല കേരളത്തിൽ, കേരളത്തിൽ IG ഉണ്ട്, IG ആണ്. IG ആണുള്ളത്. അന്ന് DGPമാരായ തിരുവനന്തപുരത്ത് ചന്ദ്രശേഖരൻ നായർ അത് സ്റ്റേഡിയം. IG വലിയ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്, IGP എന്നാണ്, ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ്. ഇന്നിപ്പോൾ പോലീസ് ചീഫ് എന്നാണ് അറിയപ്പെടുന്നത്. കാരണം പരശതൻ DGPമാരുണ്ട്. അന്ന് അത്രയൊന്നുമില്ല, ഒറ്റ IG ഉള്ളു. ആ IG എഴുതി കൊടുത്ത റിപ്പോർട്ട് വായിച്ചു. IG രാജനായിരുന്നു എന്നാണ് തോന്നണം, സബ്ജക്റ്റ് ടു കറക്ഷൻ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ IG രാജനാണ്. ആ റിപ്പോർട്ട് വായിച്ചതിൻ്റെ പേരിൽ ജസ്റ്റിസ് പോറ്റി നടത്തിയ നിയമപരമല്ലാത്ത ഒരേ ഒരു പരാമർശത്തിൻ്റെ പേരിൽ വൻ ഭൂരിപക്ഷത്തിന് അധികാരത്തിലേറിയ കരുണാകരൻ അത് നഷ്ടപ്പെട്ടു. ഇതിനെല്ലാത്തിനും നേതൃത്വം നൽകിയ അച്യുത മേനോൻ സ്വസ്ഥമായിട്ട് എണ്ണ തേച്ച് കുളിച്ച് വൈകുന്നേരം പുറത്തിറങ്ങി തൃശ്ശൂർ മറ്റെന്താണ് അതിൻ്റെ പേര്, സ്വരാജ് റൗണ്ടിലൂടെ വന്ന് മറ്റേ വടക്കുന്നാഥൻ ക്ഷേത്രത്തിൻ്റെ ആ പറമ്പിലിരുന്ന് ചീട്ട് കളിക്കുന്നവരുടെ ചീട്ടുകളി കണ്ട് ആസ്വദിച്ച് ഒരു കുഴപ്പമില്ലാതെ നടന്നു. CPIക്കാർ എന്നും അങ്ങനെയാണ്, യഥാർത്ഥ വില്ലൻ അല്ല, CPIക്കാർ എന്നും അങ്ങനെ തന്നെയാണ്. അതെ, അവരെല്ലാത്തിലും കൂടെ നിൽക്കുകയും അവരവസാനം കൈ കഴുകുകയും ചെയ്യും. ഇപ്പോൾ അവരതേ കാര്യം തന്നെയാണ് പിണറായിയുടെ അടുത്ത്. അല്ല, ഞാൻ ചോദിച്ച ചോദ്യത്തിന് സാധനം മറുപടി പറഞ്ഞില്ല. അടിയന്തരാവസ്ഥ ആണ് നല്ലതെന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ അല്ല, ഒന്നുകൂടെ എന്തുകൊണ്ടാണ് ഇന്ത്യ മുഴുവൻ അങ്ങനെ ചിന്തിച്ചപ്പോൾ കേരളം മാത്രം മാറി ചിന്തിച്ചത്? കാരണം ഒരു ഏകാധിപതിയെ ഇഷ്ടപ്പെടുന്ന മനസ്സ് മലയാളിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ മഹാബലിയെ ആഘോഷിക്കുന്നത്. മഹാബലി ഏകാധിപതിയായിരുന്നല്ലോ. അല്ലെങ്കിൽ പക്ഷെ പിണറായി വിജയനെ തള്ളിക്കളഞ്ഞു. പിണറായി വിജയൻ അങ്ങനെ അത് വേറൊരു ഏകാധിപതിയെ കിട്ടണം, അത്രേ ആവശ്യമുള്ളൂ. ഏകാധിപത്യത്തോട് മലയാളിക്ക് ഒരു മമതയുണ്ട്. ആ മമതയാണ് നമ്മളതിൽ കണ്ടത്. കാര്യങ്ങളൊക്കെ വൃത്തിയായി അക്കാലത്ത് നടക്കുമായിരുന്നു. അല്ല, സ്കൂളുകൾ കൃത്യമായിട്ട് നടന്ന്, പിള്ളേർ സ്കൂളിൽ പോകുന്നു, സമരമില്ല, തീവണ്ടി കൃത്യമായിട്ട് പോകുന്നു, ബസ് കൃത്യമായിട്ട്, സർക്കാർ ഓഫീസിൽ കാര്യങ്ങൾ നടക്കുന്നു, സർക്കാർ ഓഫീസിൽ പോയാൽ കാര്യങ്ങൾ നടക്കുന്നു. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം അങ്ങനെ വരുന്നതിന് ആളുകൾക്ക് ഇഷ്ടമായിരുന്നു, ഇന്നും ഇഷ്ടമാണത്. അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് അടിയന്തരാവസ്ഥക്ക് അനുകൂലമായിട്ടുള്ളവർ അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. പക്ഷേ ബന്ധന കാഞ്ചന കൂട്ടില ആണെങ്കിലും, ബന്ധുര കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം തന്നെ പാരിൽ. അതുകൊണ്ട് ആ ബന്ധനത്തെ ഞാൻ അംഗീകരിക്കുന്നില്ല. മഹാബലിയോട് വൈലോപ്പിള്ളി പറഞ്ഞത് എനിക്കും പറയാനുണ്ട്. ഞങ്ങളുടെ പരിമിതികളിൽ ഞങ്ങൾ ജീവിച്ചോളാം, അങ്ങയുടെ ഈ മഹത്തായിട്ടുള്ള സംഭവം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയണം. ഏതായാലും അടിയന്തരാവസ്ഥയുടെ 50 ആണ്ടുകൾ പിന്നിടുന്ന ഈ സന്ദർഭത്തിൽ അടിയന്തരാവസ്ഥയെക്കുറിച്ച് വളരെ വളരെ ലളിതമായ വാക്കുകളിൽ നമ്മുടെ ഹൃദയത്തിൽ വന്ന് പറ്റിച്ചേരുന്ന കുറേ അനുഭവങ്ങളാണ് KSR പറഞ്ഞത്. ഒരുപക്ഷെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് കേട്ടറിവ് മാത്രമുള്ള ആളുകൾക്ക് എന്തായിരുന്നു അടിയന്തരാവസ്ഥ എന്ന് ഏകദേശം ഒരു രൂപം കിട്ടാൻ, ഒരു നഖചിത്രം കിട്ടാൻ ഇത് സഹായിച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇന്ത്യ ലൈവിനൊപ്പം സഞ്ചരിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും അത് ചെയ്യണേ.